ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ശാസ്ത്ര ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചർ എന്നുള്ള സബ്ജക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, സിംഗിൾ ബസ് ഓർഗനൈസേഷൻ ഓഫ് പ്രൊസസ്സർ. അപ്പോൾ നമ്മൾ രണ്ട് ടോപ്പിക്കാണ് ഇനി കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാൻ പോകുന്നത്. ഒന്ന് സിംഗിൾ ബസ് ഓർഗനൈസേഷനും ഒന്ന് മൾട്ടി ബസ് ഓർഗനൈസേഷനും. രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്കത് വളരെ ബ്രീഫായിട്ട് നോക്കണം. എന്താണ് സിംഗിൾ ബസ് ഓർഗനൈസേഷൻ, എന്താണ് മൾട്ടിപ്പിൾ ബസ് ഓർഗനൈസേഷൻ. അപ്പോൾ നമ്മൾ സിംഗിൾ ബസ് ഓർഗനൈസേഷനെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. സിംഗിൾ ബസ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഓൾ ദി മേജർ യൂണിറ്റ് ഇൻ എ പ്രൊസസ്സർ ആർ കണക്റ്റഡ് ടു എ കോമൺ ഇൻറ്റേർണൽ ബസ്. അപ്പോൾ ഒരു യൂണിറ്റ്, അതായത് രജിസ്റ്റർ, അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്, അതുപോലെ തന്നെ മെമ്മറി ഇൻ്റർഫേസ്, എല്ലാത്തിനും നമ്മളൊരു സിംഗിളായിട്ടുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഇൻറ്റേർണൽ ബസ്സിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇത് നമുക്ക് എന്ത് പറയാം? സിംഗിൾ ബസ് ഓർഗനൈസേഷൻ എന്ന് പറയാം. സോ ഓൺലി വൺ ഡാറ്റ ട്രാൻസ്ഫർ ക്യാൻ ഒക്വർ അറ്റ് എ ടൈം അക്രോസ് ദി ബസ്. അപ്പോൾ ഒരു സമയം ഒരു ഡാറ്റ ട്രാൻസ്ഫർ മാത്രമേ ഇവിടെ എന്താവുന്നുള്ളൂ, പോസിബിൾ ആവുന്നുള്ളൂ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ നോർമലി എന്ത് പറയുന്നത്? സിംഗിൾ ബസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. സോ സിംഗിൾ ബസ് ഓർഗനൈസേഷൻ, ഓൾ ദി മേജർ യൂണിറ്റ്സ് ഓഫ് ദി പ്രൊസസ്സർ ആർ കണക്റ്റഡ് ടു എ common internal bus. Only one data transfer can occur at a time across this bus. അപ്പോൾ നമുക്കതിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ നോക്കേണ്ടതായിട്ടുണ്ട്. ഈ ഫിഗറിൽ കാണുന്നതാണ് ഇതിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ ഇതിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്തൊരു ഫിഗറാണ്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇത് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്താൽ മനസ്സിലാവുന്നൊരു കാര്യം, ഇത് ഒരു സിംഗിൾ ബസ് ഓർഗനൈസേഷനാണ്. ഇവിടെ നിങ്ങൾക്ക് പ്രോഗ്രാം കൗണ്ടർ കാണാം, PC, മെമ്മറി അഡ്രസ് രജിസ്റ്റർ, മെമ്മറി ഡാറ്റ രജിസ്റ്റർ, പിന്നെ ഒരു മൾട്ടിപ്ലക്സർ കാണാം, ഒരു അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് കാണാം, പിന്നെ കുറച്ച് ടെമ്പററി രജിസ്റ്റേഴ്സ് കാണാം, അതുപോലെ തന്നെ R0 തൊട്ട് Rn വരെയുള്ള രജിസ്റ്റേഴ്സ് കാണാം, അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററും അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻ ഡീകോഡർ ആൻഡ് കൺട്രോൾ ലോജിക്കൊക്കെ കാണാം. ഇതിനൊക്കെ നമ്മൾ കോമൺ ആയിട്ട് ഒരു സിംഗിളായിട്ടുള്ള ബസ്സിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സിംഗിൾ ബസ് വഴിയാണ് നമ്മളിതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ട്രാൻസ്ഫറിങ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് ഇതിൻ്റെ ആർക്കിടെക്ചർ നമുക്കൊന്ന് ബ്രീഫായിട്ട് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. സിംഗിൾ ബസ് ഓർഗനൈസേഷൻ്റെ മേജർ കോമ്പണൻറ്റ്സ് എന്തൊക്കെയാണ്? അപ്പോൾ മേജർ കോമ്പണൻ്റ് എന്ന് പറയുന്നത്, ഇതിൽ ആദ്യം വരുന്നത് ഒരു സിംഗിളായിട്ടുള്ള ഇൻറ്റേർണൽ പ്രൊസസ്സർ ബസ്സാണ്. അത് നിങ്ങൾക്കിവിടെ ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ഇതാണ് ഇതിൻ്റെ സെൻറ്ററിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ ഇൻറ്റേർണൽ പ്രൊസസ്സർ, സിംഗിളായിട്ടുള്ള ഒരു ഇൻറ്റേർണൽ പ്രൊസസ്സർ ബസ്സാണ് കൊടുത്തിരിക്കുന്നത്. It connect all the units. So only one unit can send data at a time, others must wait. അപ്പോൾ അറ്റ് എ ടൈം നമുക്ക് ഒരു ഡാറ്റ മാത്രമേ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു സിംഗിൾ ബസ് ഓർഗനൈസേഷൻ്റെ മേജറായിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത് സിംഗിളായിട്ടുള്ള ഒരു ഇൻറ്റേർണൽ പ്രൊസസ്സർ ബസ്സാണ് ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് നോക്കൂ, ഡിഫറെൻ്റ് ആയിട്ടുള്ള രജിസ്റ്റേഴ്സ് നമ്മളിതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള രജിസ്റ്റർ എന്ന് പറയുന്നത് PC ആണ്. PC എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം കൗണ്ടർ. PC എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം കൗണ്ടറാണ് ആക്ച്വലി PC. പ്രോഗ്രാം കൗണ്ടറിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് പോയിൻറ്റ് ടു ദി നെക്സ്റ്റ് ഇൻസ്ട്രക്ഷനെ പോയിൻ്റ് ഔട്ട് ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? പ്രോഗ്രാം കൗണ്ടർ അല്ലെങ്കിൽ PC യൂസ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ നോക്കൂ, അടുത്തൊരു പാർട്ട് എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററാണ്. IR എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് എന്താണ്? ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററാണ്. ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ നിങ്ങൾക്ക് ഇവിടെ കാണാം, കണ്ടോ? ഈ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നതാണ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ അല്ലേ? യെസ്. അപ്പോൾ എന്താണ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ? ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് സ്റ്റോർ ദി കറണ്ട് ഇൻസ്ട്രക്ഷൻ. നമ്മുടെ കറണ്ട് ഇൻസ്ട്രക്ഷനെ സ്റ്റോർ ചെയ്യാനാണ് നമ്മൾ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് R0 to Rn-1 ആണ്. ഇപ്പോൾ ഒരു 8-bit കോമ്പണൻ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ രജിസ്റ്റേഴ്സിൻ്റെ നമ്പറിങ് R0 തൊട്ട് R7 വരെ ആയിരിക്കും. അപ്പോൾ അതിവിടെ സ്പെസിഫിക് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്, R0 തൊട്ട് Rn-1 വരെയുള്ള രജിസ്റ്റേഴ്സ്. കണ്ടോ? ഇതിന് നമുക്ക് സാധാരണ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. R0 to Rn-1 നമ്മൾ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് എന്നാണ് പറയുന്നത്. ഇനി ഇതിന് പുറമെ നമുക്ക് യൂസ് ചെയ്യുന്ന രജിസ്റ്ററാണ് ഒന്ന് ടെമ്പററി രജിസ്റ്ററാണ്. അതുപോലെ തന്നെ Yയും Zഉം. നിങ്ങളിവിടെ നോക്കൂ, ഏതാണ് ഇതാണ് ടെമ്പററി രജിസ്റ്റർ അല്ലേ? ഈ Yയും Zഉം ഇതുപോലെ തന്നെ ടെമ്പററി രജിസ്റ്റേഴ്സാണ്. ടെമ്പററി സ്റ്റോറിങ് പർപ്പസിനാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്.
അപ്പോൾ ഈ 3 രജിസ്റ്റേഴ്സിനെ നമുക്ക് ടെമ്പററി സ്റ്റോറേജ് രജിസ്റ്റേഴ്സ് എന്ന് പറയാം. ദീസ് ആർ യൂസ്ഡ് ഫോർ ടെമ്പററി സ്റ്റോറേജ് ഫോർ ഓപ്പറേഷൻ. അപ്പോൾ ഇത്രയും രജിസ്റ്റേഴ്സാണ് നോർമലി ഒരു സിംഗിൾ ബസ് ഓർഗനൈസേഷൻ ഉണ്ടാവുക. അപ്പോൾ ഒരു സിംഗിൾ ഇൻറ്റേർണൽ പ്രോസസ്സർ ബസ് ഉണ്ടായിരിക്കും, പ്രോഗ്രാം കൗണ്ടർ, ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ, ജനറൽ പർപ്പസ് രജിസ്റ്റർ, ടെമ്പററി രജിസ്റ്റർ, ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രജിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. അടുത്ത കോമ്പണൻ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ മെമ്മറി ഇൻ്റർഫേസസ് ആണ്. ഈ മെമ്മറി ഇൻ്റർഫേസസ് നമുക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവുന്നത് 2 രീതിയിലുള്ള മെമ്മറി ഇൻ്റർഫേസസ് ആണ് ഒരു സിംഗിൾ ബസ് ഓർഗനൈസേഷൻ യൂസ് ചെയ്യുന്നത്. ഒന്ന് MAR-ഉം ഒന്ന് MDR-ഉം. എന്താണ് MAR-ഉം MDR-ഉം? MAR എന്ന് പറഞ്ഞാൽ മെമ്മറി അഡ്രസ് രജിസ്റ്ററിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? MAR എന്ന് പറയുന്നത്. മെമ്മറി അഡ്രസ് രജിസ്റ്ററിനെയാണ് നമ്മൾ MAR എന്ന് പറയുന്നത്. മെമ്മറി ഡാറ്റ രജിസ്റ്ററിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? MDR എന്ന് പറയുന്നത്. അപ്പോൾ ആ വേർഡ് തന്നെ നമുക്ക് ക്ലിയർ ആണ്. നമ്മൾ ഓൾറെഡി ഈ മൊഡ്യൂളിൻ്റെ തുടക്കത്തിൽ എന്താണ് MAR എന്നും എന്താണ് MDR എന്നും പഠിച്ചിട്ടുണ്ടായിരുന്നു. MAR എന്ന് പറഞ്ഞാൽ ഹോൾഡ് ദി അഡ്രസ് ഫോർ ദി മെമ്മറി ആക്സസ്. മെമ്മറി ആക്സസിന് ആവശ്യമായ അഡ്രസ്സിനെ ഹോൾഡ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ പാർട്ടാണ്, ഒരു രജിസ്റ്ററാണ് മെമ്മറി അഡ്രസ് രജിസ്റ്റർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹോൾഡ് ദി ഡാറ്റ ഫ്രം ഓർ ടു ദി മെമ്മറി. അപ്പോൾ ഡാറ്റയെ ഹോൾഡ് ചെയ്യുന്ന രജിസ്റ്റർ മെമ്മറി ഡാറ്റ രജിസ്റ്ററും അഡ്രസ്സിനെ ഹോൾഡ് ചെയ്യുന്ന രജിസ്റ്റർ മെമ്മറി അഡ്രസ് രജിസ്റ്ററുമാണ്. എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഈ ബേസിക് കോൺസെപ്റ്റ്. അപ്പോൾ എന്താണ് മെമ്മറി അഡ്രസ് രജിസ്റ്റർ, എന്താണ് മെമ്മറി ഡാറ്റ രജിസ്റ്റർ? അപ്പോൾ നമ്മൾ രജിസ്റ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞു, ഈ സിംഗിളായിട്ടുള്ള ഇൻറ്റേർണൽ ബസ്സസിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ കൺട്രോൾ യൂണിറ്റിനെ കുറിച്ചാണ്. ഓക്കെ, മൊത്തത്തിലുള്ള ഈ കൺട്രോൾ യൂണിറ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നു? കൺട്രോൾ യൂണിറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു പാർട്ടാണ് ഇൻസ്ട്രക്ഷൻ ഡീകോഡർ ആൻഡ് കൺട്രോൾ ലോജിക്ക്. ഈ പാർട്ട് കണ്ടാവും, ഇൻസ്ട്രക്ഷൻ ഡീകോഡർ ആൻഡ് കൺട്രോൾ ലോജിക്ക്. ഇതാണ് ഒരു കൺട്രോൾ യൂണിറ്റായിട്ട് ആക്ട് ചെയ്യുന്നത്. സോ ഇൻസ്ട്രക്ഷൻ ഡീകോഡർ ആൻഡ് കൺട്രോൾ ലോജിക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ജനറേറ്റ് കൺട്രോൾ സിഗ്നൽസ് ഫോർ ഓപ്പറേഷൻ. ഇതിൻ്റെ ഓപ്പറേഷൻ ആവശ്യമായ കൺട്രോൾ സിഗ്നൽസിനെ ജനറേറ്റ് ചെയ്യാനാണ് നമ്മൾ ഇൻസ്ട്രക്ഷൻ ഡീകോഡർ ആൻഡ് കൺട്രോൾ ലോജിക് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഒരു സിംഗിൾ ബസ് ഓർഗനൈസേഷൻ്റെ സിംഗിൾ ഇൻറ്റേർണൽ പ്രൊസസ്സർ ബസ്സിനെ കുറിച്ച് പറഞ്ഞു, രജിസ്റ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞു, മെമ്മറി ഇൻ്റർഫേസസിനെ കുറിച്ച് പറഞ്ഞു, കൺട്രോൾ യൂണിറ്റിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്, ALU. നിങ്ങളിവിടെ കണ്ടോ, ALU റിലേറ്റഡ് ആയിട്ടുള്ള സർക്യൂട്ട്സ് ഒക്കെ എവിടെയാണ് വരുന്നത്? ALUവിൻ്റെ ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് എയും മക്സിൽ നിന്നുള്ള ഔട്ട്പുട്ടാണ് ഒരു ഇൻപുട്ടായിട്ട് ആക്ട് ചെയ്യുന്നത്. ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് ബിയും, അല്ലേ? അപ്പോൾ ALU എന്ന് പറഞ്ഞാൽ അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ALU എന്ന് പറയുന്നത്. ഇറ്റ് പെർഫോം അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻ യൂസിങ് ഇൻപുട്ട് A ആൻഡ് B. ഇറ്റ് ഗെറ്റ് ഇൻപുട്ട് ഫ്രം Y ആൻഡ് മക്സ്. Y എന്നുള്ള രജിസ്റ്ററിൽ നിന്നും മൾട്ടിപ്ലക്സറിൽ നിന്നുമാണ് ഈ അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റിലേക്ക് ഇൻപുട്ട് വരുന്നത്. അതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നത് സെഡിലേക്കാണ്. ഔട്ട്പുട്ട് റിസൾട്ട് ടു സെഡ് ഇവിടെ കാണാം, നിങ്ങൾക്ക് ഇത് കണ്ടോ, ഇതാണ് സെഡ്. യെസ്, ഇതാണ് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന ALU. അപ്പോൾ ALU അഡീഷൻ ഓപ്പറേഷനും സബ്ട്രാക്ഷൻ ഓപ്പറേഷനും എല്ലാ അരിത്തമെറ്റിക്കൽ ഓപ്പറേഷനും എല്ലാ ലോജിക്കൽ ഓപ്പറേഷനും എല്ലാം പെർഫോം ചെയ്യുന്ന ആരാണ്? ALU ആണ്. പിന്നെ നമുക്ക് വരുന്ന അടുത്ത പാർട്ട് എന്ന് പറയുന്നത് മക്സ് ആണ്. മക്സിനെ നമുക്ക് മൾട്ടിപ്ലക്സർ എന്ന് പറയാം. മൾട്ടിപ്ലക്സറിനെയാണ് നമ്മൾ സാധാരണ മക്സ് എന്ന് പറയുന്നത്. അപ്പോൾ മക്സിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഒന്ന് നമ്മളൊരു കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമ്മൾ പ്രോഗ്രാം കൗണ്ടറിനെ 4 ടൈംസ് ഇൻക്രിമെൻറ്റ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു 4 ടൈംസ് ഇൻക്രിമെൻറ്റ് ചെയ്യുന്ന ഒരു കോൺസ്റ്റൻറ്റ് 4 ആണ് നമ്മൾ സാധാരണ രീതിയിൽ ഒരു മക്സിൻ്റെ ഒരു ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. അടുത്ത് നമ്മൾ കൊടുക്കുന്നത് വൈയിൽ നിന്നുള്ള ഔട്ട്പുട്ടാണ്. അപ്പോൾ ഈ സെലക്ഷൻ ലൈൻസിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ കോൺസ്റ്റൻറ്റ് 4 സെലക്ട് ആവും, 1 ആണെങ്കിൽ ഈ വൈയിൽ നിന്നുള്ള ഔട്ട്പുട്ടായിരിക്കും സെലക്ട് ആവുക. സോ മക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് സെലക്ട് ബിറ്റ്വീൻ ദി കോൺസ്റ്റൻറ്റ് വാല്യൂസ് ഓർ രജിസ്റ്റർ ഡാറ്റ ആസ് ALU ഇൻപുട്ട്. ഇത് നമ്മൾ ALU ഇൻപുട്ടായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് നോർമലി ഇതിൻ്റെ ബേസിക് സ്ട്രക്ചറായിട്ട് നമുക്ക് പറയാൻ പറ്റാം. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, ഡ്രോ സിംഗിൾ ബസ് ഓർഗനൈസേഷൻ ഓഫ് എ പ്രൊസസ്സർ ആൻഡ് എക്സ്പ്ലെയിൻ ഈച്ച് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഇനി എങ്ങനെയാണിത് വർക്ക് ചെയ്യുന്നത്, ഹൗ ഇറ്റ് വർക്ക്സ്? മെയിനായിട്ട് ഇതിൽ 3 ഫേസസ് ആണ് ഉണ്ടാവുക. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞ ഫേസസ് തന്നെയാണ്. ഒന്നിനെ നമുക്ക് ഫെച്ച് ഫേസ് എന്ന് പറയാം, ഒന്നിനെ നമുക്ക് ഡീകോഡ് ഫേസ് എന്ന് പറയാം, ഒന്നിനെ നമുക്ക് എക്സിക്യൂട്ട് ഫേസ് എന്ന് പറയാം. അപ്പോൾ ഫെച്ച്, ഡീകോഡ്, എക്സിക്യൂട്ട്, ഇങ്ങനെ 3 പ്രിൻസിപ്പിളാണ് ഇവിടെ ഉള്ളത്, 3 ഫേസസ് ആണുള്ളത്. അപ്പോൾ ഫെച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഇൻസ്ട്രക്ഷൻ ഈസ് ഫെച്ച്ഡ് യൂസിങ് എ സീക്വൻസ് ഓഫ് ബസ് ട്രാൻസ്ഫേഴ്സ്. ആദ്യം നമ്മൾ ഫെച്ച് ചെയ്യും.
അതായത് പ്രോഗ്രാം കൗണ്ടറിൽ നിന്ന് മെമ്മറി അഡ്രസ് രജിസ്റ്ററിലേക്ക്, അതിൽ നിന്ന് മെമ്മറിയിലേക്ക്, മെമ്മറിയിൽ നിന്ന് മെമ്മറി ഡാറ്റ രജിസ്റ്ററിലേക്ക്, മെമ്മറി ഡാറ്റ രജിസ്റ്ററിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലേക്ക്. അപ്പോൾ ഇതിൻ്റെ സീക്വൻസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾ കണ്ടോ, പ്രോഗ്രാം കൗണ്ടർ, മെമ്മറി അഡ്രസ് രജിസ്റ്റർ, മെമ്മറി ഡാറ്റ രജിസ്റ്റർ, അത് കഴിഞ്ഞിട്ട് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. ഈ രീതിയിലാണ് ഇതിൻ്റെ ബേസിക് സീക്വൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ ഫെച്ചിങ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഫെച്ചിങ് സ്റ്റേജ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജിന് നമുക്ക് ഡീകോഡിംഗ് സ്റ്റേജ് എന്ന് പറയാം. ഡീകോഡിംഗ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ദ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ സെൻഡ് ദി ഓപ്കോഡ് ടു കൺട്രോൾ യൂണിറ്റ്. അപ്പോൾ ഈ ഒരു സീക്വൻസ് ഓഫ് ഓപ്പറേഷൻ കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇവിടെയുള്ള ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ നിങ്ങൾ കണ്ടോ, ഈ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ എന്ത് ചെയ്യും, ഒരു ഓപ്പ് കോഡിനെ ഈ കൺട്രോൾ യൂണിറ്റിലേക്ക് സെൻഡ് ചെയ്യും. ഇതാണല്ലോ ആക്ച്വലി കൺട്രോൾ യൂണിറ്റ്. അപ്പോൾ ഫെച്ചിങ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം കൗണ്ടർ, മെമ്മറി അഡ്രസ് രജിസ്റ്റർ, മെമ്മറി ഡാറ്റ രജിസ്റ്റർ, ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. ഈ ഒരു ഫെച്ചിങ് സ്റ്റേജ് കഴിഞ്ഞാൽ ആ ഫെച്ച് ചെയ്തിരിക്കുന്ന ഫൈനൽ ഇൻഫർമേഷനെ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ എന്ത് ചെയ്യും, ഇൻസ്ട്രക്ഷൻ ഡീകോഡർ ആൻഡ് കൺട്രോൾ ലോജിക്കിലേക്ക് പാസ് ചെയ്യും. IR സെൻഡ് ഓപ്പ് കോഡ് ടു ദി കൺട്രോൾ യൂണിറ്റ്, ദ കൺട്രോൾ സിഗ്നൽസ് ആർ ജനറേറ്റഡ്. അപ്പോൾ ഈ ഫെച്ച് സ്റ്റേജിൻ്റെ ഡീകോഡ് സ്റ്റേജിൻ്റെ റിസൾട്ടൻ്റായിട്ട് നമുക്കിവിടെ കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ 2 ഫേസസ്. മൂന്നാമത്തെ ഫേസസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് എക്സിക്യൂഷൻ ഫേസ് ആണ്. എക്സിക്യൂട്ട് ഫേസ് എന്ന് പറഞ്ഞാൽ ദ ഓപ്പറൻസ് ആർ മൂവ്ഡ് വയ ബസ് ടു ALU പെർഫോം ദിസ് ഓപ്പറേഷൻ, റിസൾട്ട് ഈസ് സ്റ്റോർഡ് ഇൻ Z ഓർ അനദർ രജിസ്റ്റർ. അപ്പോൾ ആദ്യം നമ്മൾ ഫെച്ച് ചെയ്തതിന് ഡീകോഡ് ചെയ്തിട്ട് നമ്മൾ കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്തു. ഈ കൺട്രോൾ സിഗ്നൽസ് ആണ് നമ്മൾ അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റിലേക്ക് പാസ് ചെയ്യുന്നത്. ബസ്സസ് വഴി നമ്മൾ ALUയിലേക്ക് പാസ് ചെയ്യും. അപ്പോൾ ALUയിൽ നിന്നാണ് നമ്മൾ അരിത്തമെറ്റിക് ഓപ്പറേഷൻ പെർഫോം ചെയ്യുക. ഈ അരിത്തമെറ്റിക് ഓപ്പറേഷൻ പെർഫോം ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഈ റിസൾട്ടിനെ Z എന്നുള്ള രജിസ്റ്ററിലേക്ക് ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യും. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു സിംഗിൾ ബസ് ഓർഗനൈസേഷൻ്റെ ബേസിക് പാറ്റേൺ. ആദ്യം നമ്മൾ ഫെച്ച് ചെയ്തതിന് നമ്മൾ എന്ത് ചെയ്യും, ഡീകോഡ് ചെയ്തിട്ട് നമ്മൾ കൺട്രോൾ യൂണിറ്റിലേക്ക് പാസ് ചെയ്യും. ഡീകോഡ് ചെയ്ത സിഗ്നലിനെ നമ്മൾ ഫൈനലി എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഇത്രയും ഫേസസിലൂടെയാണ് ഒരു സിംഗിൾ ബസ് ഓർഗനൈസേഷൻ കടന്നു പോകുന്നത്. നിങ്ങൾക്കിതിൻ്റെ കോൺസെപ്റ്റ് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു, ഹൗ എ സിംഗിൾ ബസ് ഓർഗനൈസേഷൻ വർക്ക്സ്. ഓക്കെ, അപ്പോൾ മൾട്ടിപ്പിൾ ബസ് ഓർഗനൈസേഷനും കൂടി പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് ഇത് മനസ്സിലാവും. സിംഗിൾ ബസ് ഓർഗനൈസേഷൻ്റെ കോൺസെപ്റ്റ് പിടികിട്ടിയില്ലേ? യെസ്. ഓക്കെ, ഇനി നമുക്കിത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചെക്ക് ചെയ്യാനുണ്ട്. ഇതിൻ്റെ ഒരു ഡാറ്റ ട്രാൻസ്ഫർ ആൻഡ് ALU ഓപ്പറേഷൻ പാത്ത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഈ ഫിഗർ നിങ്ങളൊന്ന് കറക്റ്റായിട്ട് അനലൈസ് ചെയ്യുക. ഇവിടെ ഞാൻ ഒരു ഗ്രൂപ്പ് ഓഫ് രജിസ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്, പിന്നെ Y രജിസ്റ്റർ കൊടുത്തിട്ടുണ്ട്, മക്സ് കൊടുത്തിട്ടുണ്ട്, ALU കൊടുത്തിട്ടുണ്ട്, Z രജിസ്റ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിനെ ഒന്നും കൂടി ഇലാബറേറ്റ് ചെയ്തിട്ടാണ് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്, ഇവിടെ ഡാറ്റ ട്രാൻസ്ഫർ പാത്ത് പറയാൻ പോകുന്നത്. So this is a simplified diagram of single bus processor organization focused specially on data transfer and ALU operation path. It is useful for understanding how a value is moved, processed and stored within CPU using a single internal bus. അപ്പോൾ ഈ ഫിഗർ പറയുന്നത് എങ്ങനെയാണ് നമ്മൾ ഡാറ്റാസ് ഇതിലേക്ക് കൊടുക്കുന്നത്, ഡാറ്റാസിനെ എങ്ങനെയാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്, ഈ മൂവ് ചെയ്ത ഡാറ്റാസിനെ എങ്ങനെയാണ് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നത്, ഈ പ്രോസസ്സ് ചെയ്ത ഡാറ്റയെ എങ്ങനെയാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്, ഇതാണ് ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ആദ്യം ഇതിൻ്റെ കീ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്, ആദ്യം വരുന്നത് ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ്. അപ്പോൾ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സിനെ നമ്മൾ RI എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു അതിൻ്റെ ബിറ്റ് സൈസ് അനുസരിച്ച് ഇത് 8 ബിറ്റ് ആണെങ്കിൽ R0 തൊട്ട് R7 വരെ ആയിരിക്കും നമ്മൾ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യാം. ഇറ്റ് സ്റ്റോർ ദി വാല്യൂ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് ആൻ ഓപ്പറൻറ്റ്. RIN എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് RIN സ്പെസിഫിക്കലി കാണാം, ഇതാണ് RIN. കൺട്രോൾ സിഗ്നൽ ടു ലോഡ് ദി ഡാറ്റ ഇൻ ടു RI ഫ്രം ദി ബസ്. അതായത് ബസ്സിൽ നിന്ന് ദ കൺട്രോൾ സിഗ്നൽ ടു ലോഡ് ഡാറ്റ ഇൻ ടു RI ഫ്രം ദി ബസ്. അല്ലെ, RIയിലേക്ക് ഡാറ്റ ലോഡ് ചെയ്യാണ് നമ്മൾ ഇനീഷ്യലി ചെയ്യുന്നത്. ഇതാണ് RIN അല്ലേ. അടുത്താണ് ROUT, ദ കൺട്രോൾ സിഗ്നൽസ് ടു പ്ലേസ് ദ ഡാറ്റ ഫ്രം RI ഇൻ ടു ദി ബസ്. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ആദ്യം നമ്മുടെ കൺട്രോൾ ബസ്സിൽ നിന്നുള്ള സിഗ്നലിനെ ആക്സെപ്റ്റ് ചെയ്യും, അതാണ് RIN. ഈ ആക്സെപ്റ്റ് ചെയ്ത സിഗ്നലിനെ ROUT വഴി നമ്മൾ ബസ്സസിലേക്ക് തിരിച്ച് സെൻഡ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ ROUT എന്ന് പറയുന്നത്. അപ്പോൾ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇനി എനിക്ക് വരുന്നത് എന്താണെന്ന് വെച്ചാൽ Y രജിസ്റ്ററാണ്. Y രജിസ്റ്റർ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇറ്റ് ഈസ് ടെമ്പററി രജിസ്റ്റർ
ടു ഹോൾഡ് ദി ഫസ്റ്റ് ഓപ്പറൻറ്റ് ഓഫ് ദി ALU. ഇതിൽ വൈ ഇൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വൈ ഇൻ എന്ന് പറഞ്ഞാൽ സാധാരണ ലോഡ് ദി ഡാറ്റ ഫ്രം ബസ് ഇൻ ടു വൈ, അല്ലേ? ബസ്സിൽ നിന്ന് വൈയിലേക്ക് ഡാറ്റ നമ്മൾ ലോഡ് ചെയ്യാനാണ് നമ്മൾ വൈ ഇൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആർ ഇൻ ആർ ഔട്ട് പറഞ്ഞ പോലെ വൈ ഇൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. വൈ ഇൻ, അല്ലേ? ലോഡ് ദി ഡാറ്റ ഫ്രം ബസ് ഇൻ ടു വൈ, ബസ്സിൽ നിന്ന് വൈയിലേക്കൊരു ഡാറ്റ. അപ്പോൾ നമ്മൾ ആർ ഇൻ ആദ്യം കൊടുത്തു. ഫെച്ചും ഡീകോഡും ചെയ്തൊരു സിഗ്നൽ നമുക്ക് ആർ ഇന്നിൽ കിട്ടി. ഈ ആർ ഇന്നെ നമ്മൾ ആർ ഔട്ട് ആക്കിയിട്ട് ബസ്സിലേക്ക് സെൻഡ് ചെയ്തു. ഈ ബസ്സിൽ നിന്ന് നമ്മൾ ആ ആർ ഔട്ടിനെ വൈ ഇന്നായിട്ട് സെൻഡ് ചെയ്തു. ഈ വൈ ഇന്നാണ് വൈ എന്നുള്ള ടെമ്പർ രജിസ്റ്ററിലേക്ക് പോകുന്നത്. ഇനി നമുക്ക് വരുന്നത് മക്സ് ആണ്, അല്ലെങ്കിൽ മൾട്ടിപ്ലക്സർ. ഇറ്റ് സെലക്ട് ദി കോൺസ്റ്റൻറ്റ് വാല്യൂ ഓർ ഡാറ്റ ഫ്രം അനദർ സോഴ്സ് ഫോർ ദി സെക്കൻഡ് ഓപ്പറൻറ്റ് ടു ദി ALU. അപ്പോൾ ഈ മക്സ് എന്താ ചെയ്യുന്നത്? ആദ്യം നമ്മൾ മക്സിൻ്റെ ഒരു ഇൻപുട്ടായിട്ട് ഒരു കോൺസ്റ്റൻറ്റ് കൊടുത്തിട്ടുണ്ട്. ആ കോൺസ്റ്റൻറ്റും വൈ സിഗ്നലിൻ്റെ ഔട്ട്പുട്ടും കൂടിയും ആണ് മക്സിലേക്ക് ലോഡ് ചെയ്യുന്നത്. അതിലേതെങ്കിലും ഒരു വാല്യൂ ആണ് ആക്ച്വലി നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഈ സെലക്ട് ചെയ്ത വാല്യൂ ആയിരിക്കും നമുക്ക് ALUവിൻ്റെ ഇൻപുട്ടായിട്ട് ആക്ട് ചെയ്യാം. ഇങ്ങനെയാണ് നോർമലി ഇതിരിക്കുന്നത്. പിന്നെ നമുക്ക് വരുന്നത് ALU ആണ്. ALU എന്ന് പറഞ്ഞാൽ അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റിനെയാണ് നമ്മൾ ALU എന്ന് പറയുന്നത്. ALU എന്ത് ചെയ്യും? ALU പെർഫോം ദി ഓപ്പറേഷൻസ് ലൈക്ക് അഡീഷൻ, സബ്ട്രാക്ഷൻ ആൻഡ് ഓർ എക്സെട്ര. ഇറ്റ് ടേക്സ് ദി ടു ഇൻപുട്ട്. ഒന്ന് എ എന്ന് പറയുന്നത് വൈയിൽ നിന്നുള്ള ഔട്ട്പുട്ടാണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. മക്സിൽ നിന്നുള്ള ഇൻപുട്ടാണ്, അതായത് എ ഫ്രം വൈ, ഒന്ന് വൈയിൽ നിന്ന് വരുന്ന സിഗ്നലും ബി എന്ന് പറയുന്നത് മക്സ് അല്ല, നമ്മുടെ ബസ്സിൽ നിന്ന് വരുന്ന സിഗ്നലാണ്, അല്ലേ? ഞാനിവിടെ എഴുതിയ മാറിപ്പോയതാണ്. അപ്പോൾ എ ഫ്രം മക്സ്, എ എന്ന് പറയുന്നത് മക്സിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ടാണ്. ബി എന്ന് പറയുന്നത് നമ്മുടെ ബസ്സസിൽ നിന്ന് വരുന്ന ഇൻപുട്ടാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്കിതിലേക്ക് വരുന്നത്. ഇത് രണ്ടുമാണ് നമ്മൾ ALU പ്രോസസ്സ് ചെയ്യുന്നത്. പ്രോസസ്സ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഇറ്റ് പ്രൊഡ്യൂസസ് ദി റിസൾട്ട് ബേസ്ഡ് ഓൺ ദി ALU കൺട്രോൾ ഇൻപുട്ട്. ഇതിൻ്റെ റിസൾട്ടുകൾ നമ്മൾ പുറത്തേക്ക് എടുക്കും, അല്ലേ? അപ്പോൾ നമുക്കിവിടെ അഡീഷനോ സബ്ട്രാക്ഷനോ മൾട്ടിപ്ലിക്കേഷനോ എന്ത് ഓപ്പറേഷൻ വേണമെങ്കിലും ചെയ്യാം. യെസ്. ഇനി നിങ്ങൾ നോക്കൂ, അടുത്ത രജിസ്റ്ററാണ് Z രജിസ്റ്റർ. Z രജിസ്റ്റർ എന്ന് പറയുന്നത് ഒരു ടെമ്പററി രജിസ്റ്ററാണ്. ദാറ്റ് ടെമ്പററി രജിസ്റ്റർ ടു സ്റ്റോർ ALU ഔട്ട്പുട്ട്. ALU ഔട്ട്പുട്ട് സ്റ്റോർ ചെയ്യുന്ന ഒരു ടെമ്പററി രജിസ്റ്ററിനാണ് നമ്മൾ Z രജിസ്റ്റർ എന്ന് പറയുന്നത്. അതിൽ രണ്ട് പാർട്ടുകൾ വരുന്നുണ്ട്. ഒന്ന് Z ഇന്നും ഒന്ന് Z ഔട്ടും. Z എന്ന് പറഞ്ഞാൽ ലോഡ് ദി റിസൾട്ട് ഫ്രം ALU. ALU എന്നുള്ള റിസൾട്ടിനെ ലോഡ് ചെയ്യാനാണ് ഇത് Z ഇൻ യൂസ് ചെയ്യുന്നത്. Z ഔട്ട് എന്ന് പറഞ്ഞാൽ പ്ലേസസ് ദി വാല്യൂ ഫ്രം Z ഇൻ ടു ഇൻറ്റേർണൽ ബസ്, അല്ലേ? അതായത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ALU റിസൾട്ട് നമുക്ക് തിരിച്ച് ബസ്സിലേക്ക് സെൻഡ് ചെയ്യാൻ നമ്മൾ Z ഔട്ട് യൂസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് ജനറലി ഒരു സിംഗിൾ ബസ് ഓർഗനൈസേഷൻ്റെ ബേസിക് ആയിട്ടുള്ള ഡാറ്റ ട്രാൻസ്ഫർ ആൻഡ് ALU ഓപ്പറേഷൻ പാത്ത് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്ന പോലെയാണ്. എല്ലാവർക്കും ഇതിൻ്റെ കോൺസെപ്റ്റ് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. യെസ്. ഇനി നമുക്ക്, അപ്പോൾ നമ്മളിപ്പോൾ ഈ മൊത്തം ഈ ഒരു സിംഗിൾ ബസ് ഓർഗനൈസേഷൻ്റെ ബേസിക് ആയിട്ടുള്ള മെയിൻ കോമ്പണൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ഈ മെയിൻ കോമ്പണൻസിൽ നമ്മൾ ഓരോന്നും വ്യക്തമായിട്ട് പറഞ്ഞു. അപ്പോൾ ഇനി നമുക്കിതിൽ ഈ മെമ്മറി അഡ്രസ് രജിസ്റ്ററിനെയും മെമ്മറി ഡാറ്റ രജിസ്റ്ററിനെ കുറിച്ചൊന്ന് പറയാനുണ്ട്, അല്ലേ? അതാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഡാറ്റ ട്രാൻസ്ഫർ ആൻഡ് ALU ഓപ്പറേഷൻ പാത്തിൽ തന്നെ മെമ്മറി അഡ്രസ് രജിസ്റ്റർ അതുപോലെ മെമ്മറി ഡാറ്റ രജിസ്റ്ററിനെ കുറിച്ചാണ് പറയുന്നത്. സോ ദിസ് ഡയഗ്രാം ഷോസ് ദാറ്റ് the internal structure of a memory data register in a system using a single bus architecture. It acting as a bridge between internal processor bus and memory bus data lines. അപ്പോൾ ഇൻറ്റേർണൽ പ്രൊസസ്സർ ബസ്സിൻ്റെയും മെമ്മറി ബസ് ഡാറ്റ ലൈൻസിൻ്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ബ്രിഡ്ജസ് ആയിട്ടാണ് നോർമലി നമ്മുടെ മെമ്മറി ഡാറ്റ രജിസ്റ്റർ ആക്ട് ചെയ്യുന്നത്. അപ്പം മെമ്മറി ഡാറ്റ രജിസ്റ്ററിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് MDR ഹോൾഡ് ദി ഡാറ്റ. ഏതൊക്കെ ഡാറ്റയാണ് ഹോൾഡ് ചെയ്യുന്നത്? ഒന്ന് ബീയിങ് റീഡ് ഫ്രം മെമ്മറി ഇൻ ടു ദി പ്രൊസസ്സർ ആൻഡ് ബീയിങ് റിട്ടേൺ ഫ്രം ദി പ്രൊസസ്സർ ടു മെമ്മറി. അപ്പം റീഡ് ഫ്രം മെമ്മറി ഇൻ ടു ദി പ്രൊസസ്സറാണ് ആദ്യത്തെ ഫംഗ്ഷൻ. പിന്നെയോ റിട്ടേൺ ഫ്രം ദി പ്രൊസസ്സർ ടു മെമ്മറി. അപ്പോൾ റീഡിങ്ങും റൈറ്റിങ്ങും MDRൻ്റെ പർപ്പസാണ്. അതെങ്ങനെയാണെന്നൊക്കെ നമുക്ക് പറയാം. ഇറ്റ് സെർവ്സ് ആസ് ആൻ ഇൻ്റർഫേസ് ബിറ്റ്വീൻ ടു സെപ്പറേറ്റ് ബസ്സസ്. അതായത് ഇൻറ്റേർണൽ പ്രൊസസ്സർ ബസ്സിൻ്റെയും മെമ്മറി ഡാറ്റ ബസ്സിൻ്റെയും ഇൻ്റർഫേസസ് ആയിട്ട് ഇത് ആക്ട് ചെയ്യും, അല്ലേ? അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇവിടെ മെമ്മറി ബസ് ഡാറ്റ ലൈൻസ് ഞാനിവിടെ സ്പെസിഫിക് ആയിട്ട് വരച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻറ്റേർണൽ പ്രൊസസ്സർ ബസ്സും ഞാനിവിടെ വരച്ചിട്ടുണ്ട്. ഇതിന് രണ്ടിനും ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് നമ്മൾ മെമ്മറി ഡാറ്റ രജിസ്റ്റർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ മെമ്മറി ഡാറ്റ രജിസ്റ്ററിൽ നമുക്ക് മെമ്മറി ഡാറ്റ ഇന്നും വരുന്നുണ്ട്,
മെമ്മറി ഡാറ്റ ഔട്ടും വരുന്നുണ്ട്. നമ്മൾ എക്സ്റ്റേണലായിട്ട് കൊടുക്കുന്ന സിഗ്നലാണ്. ഒന്ന് ഇൻറ്റേർണലും ഒന്ന് എക്സ്റ്റേണലുമാണ്. ഇവിടെയും മെമ്മറി ഡാറ്റ ഇന്ന്, ഇവിടെയും മെമ്മറി ഡാറ്റ ഔട്ട് ഉണ്ട്. അപ്പോൾ ഒന്ന് ഇൻറ്റേർണലും ഒന്ന് എക്സ്റ്റേണലും ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നോർമലി ഇതിൻ്റെ മെയിൻ കോമ്പണൻ്റ് എന്ന് പറയുന്നത് ഒന്ന് MDR ഇൻ ആണ്. ഇറ്റ് ലോഡ് ഫ്രം ദി ഇൻറ്റേർണൽ പ്രൊസസ്സർ ബസ് ഇൻ ടു MDR യൂസിങ് ഡ്യൂറിങ് memory write, the processor put data on internal bus which is captured into MDR using MDR in. അപ്പോൾ MDR ഇന്നിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. MDR എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇതല്ലേ, അതായത് ഇൻറ്റേർണൽ പ്രൊസസ്സർ ബസ്സിൽ നിന്നുള്ള സിഗ്നലാണ് MDR ഇന്ന് വഴി നമ്മൾ MDRലേക്ക് പാസ് ചെയ്യുന്നത് അല്ലേ. ഇൻറ്റേർണൽ പ്രൊസസ്സർ ബസ്സിൽ നിന്നുള്ള സിഗ്നലാണ് നമ്മൾ പാസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് യൂസ്ഡ് ഡ്യൂറിങ് മെമ്മറി റൈറ്റ്. ദ പ്രൊസസ്സർ പുട്ട് ദി ഡാറ്റ ഓൺ ഇൻറ്റേർണൽ ബസ് വിച്ച് ഈസ് ക്യാപ്ചേർഡ് ഇൻ ടു MDR യൂസിങ് MDR ഇൻ അല്ലേ. അടുത്ത് MDR ഔട്ടാണ്. മെമ്മറി ഡാറ്റ രജിസ്റ്ററിൻ്റെ ഔട്ടിനെയാണ് നമ്മൾ MDR ഔട്ട് എന്ന് പറയുന്നത്. ഇറ്റ് സെൻഡ് ഡാറ്റ ഫ്രം MDR ടു ഇൻറ്റേർണൽ പ്രൊസസ്സർ ബസ് അല്ലേ. അപ്പോൾ ഈ MDRലുള്ള ഡാറ്റയെ തിരിച്ച് ഇൻറ്റേർണൽ പ്രൊസസ്സർ, അപ്പോൾ ഇൻറ്റേർണൽ പ്രൊസസ്സർ ബസ്സിൽ നിന്ന് ഇൻഫർമേഷനെ MDRലേക്ക് എത്തിക്കാൻ MDR ഇന്നും ഈ MDRൻ്റെ ഔട്ട്പുട്ടിനെ തിരിച്ച് ഇൻറ്റേർണൽ പ്രൊസസ്സർ ബസ്സിലേക്ക് സെൻഡ് ചെയ്യാൻ നമ്മൾ MDR ഔട്ട് യൂസ് ചെയ്യും. സോ MDR ഇന്ന് മെമ്മറി റൈറ്റ് ആണെങ്കിൽ MDR ഔട്ട് മെമ്മറി റീഡ് ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഡ്യൂറിങ് മെമ്മറി റീഡ്, ദാറ്റ് ഈസ് മെമ്മറി സെൻഡ് ഡാറ്റ ഇൻ ടു MDR, ദെൻ MDR പ്ലേസസ് ദാറ്റ് ഓൺ ഇൻറ്റേർണൽ ബസ് യൂസിങ് MDR ഔട്ട്. അപ്പോൾ MDR ഇന്നിനെ കുറിച്ചും MDR ഔട്ടിനെ കുറിച്ചും നമ്മൾ ബ്രീഫായിട്ട് പറഞ്ഞു. അടുത്ത് നമുക്ക് പറയാനുള്ളത് MDR ഇൻ ആണ്, അതായത് എക്സ്റ്റേണൽ ആണ്. ഈ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്, ഇതിൻ്റെ എക്സ്റ്റേണൽ സിഗ്നൽ ആണെന്നാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ബാക്കി ഇതൊക്കെ ഇൻറ്റേർണൽ ആയിരുന്നു, ഇത് എക്സ്റ്റേണൽ ഇൻപുട്ടാണ്. സോ MDR ഇൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ലോഡ് ദി ഡാറ്റ ഫ്രം മെമ്മറി ബസ് ഇൻ ടു MDR യൂസസ് വെൻ മെമ്മറി റിട്ടേൺസ് ഡാറ്റ ഡ്യൂറിങ് റീഡ് ഓപ്പറേഷൻ. അപ്പം മെമ്മറി ബസ്സിൽ നിന്നുള്ള ഇൻഫർമേഷനാണ് ഇത് റിസീവ് ചെയ്യുന്നത്. ഇറ്റ് യൂസ്ഡ് വെൻ മെമ്മറി റിട്ടേൺസ് ഡാറ്റ ഡ്യൂറിങ് റീഡ് ഓപ്പറേഷൻ. ഓക്കെ, അതുപോലെ തന്നെ MDR ഔട്ട് ഇതും ഒരു എക്സ്റ്റേണൽ ഔട്ട്പുട്ടായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇറ്റ് സെൻഡ് ഡാറ്റ ഫ്രം MDR ടു മെമ്മറി ബസ്. MDRൽ നിന്ന് മെമ്മറി ബസ്സിലേക്ക് ഡാറ്റ കൊടുക്കാൻ MDR ഔട്ടും മെമ്മറി ബസ്സിൽ നിന്ന് തിരിച്ച് MDRലേക്ക് സെൻഡ് ചെയ്യാൻ MDR ഇയും യൂസ് ചെയ്യും. ഇറ്റ് ഈസ് യൂസ്ഡ് വെൻ ദ പ്രൊസസ്സർ ഈസ് റൈറ്റിംഗ് ഡാറ്റ ടു മെമ്മറി. എല്ലാവർക്കും മനസ്സിലായില്ലേ? യെസ്. ഇനി നമുക്കിതിൻ്റെ ഡാറ്റ ഫ്ലോ സെനാരിയോസ് ഒന്ന് നോക്കാം. ആദ്യം നമുക്ക് മെമ്മറി റീഡ് ഓപ്പറേഷനാണ് പറയാനുള്ളത്. മെമ്മറി റീഡ് ഓപ്പറേഷൻ ആണെങ്കിൽ ഫസ്റ്റ് ദ മെമ്മറി അഡ്രസ് രജിസ്റ്റർ ഗെറ്റ് അഡ്രസ് ടു ദി റീഡ്. നമ്മൾ മെമ്മറി അഡ്രസ് രജിസ്റ്റർ എന്നതിൻ്റെ അഡ്രസ്സിനെ റീഡ് ചെയ്യും. അതിനുശേഷം റീഡ് ദി സിഗ്നൽ ഇഷ്യൂഡ്, ഏത് സിഗ്നലാണോ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് അതിനെ റീഡ് ചെയ്യും. അതുപോലെ തന്നെ ഡാറ്റ ഈസ് ഫെച്ച്ഡ് ഫ്രം മെമ്മറി ആൻഡ് പ്ലേസ്ഡ് ഓൺ മെമ്മറി ബസ്. മെമ്മറിയിൽ നിന്ന് ഡാറ്റയെ ഫെച്ച് ചെയ്യും. അപ്പോൾ അഡ്രസ്സ് സെലക്ട് ചെയ്യും, റീഡ് സിഗ്നൽ ഇഷ്യൂ ചെയ്യും, പിന്നെ എന്ത് ചെയ്യും, ഡാറ്റ ഈസ് ഫെച്ച്ഡ് ഫ്രം മെമ്മറി ആൻഡ് പ്ലേസ്ഡ് ഓൺ മെമ്മറി ബസ്. ഡാറ്റയെ ഫെച്ച് ചെയ്യും, അതിന് മെമ്മറി ബസ്സിൽ പ്ലേസ് ചെയ്യും. അതുപോലെ തന്നെ MDR ഇൻ എക്സ്റ്റേണൽ സ്റ്റോർ ദി ഡാറ്റ ഫ്രം ദി മെമ്മറി ബസ് ഇൻ ടു MDR, ദെൻ MDR ഔട്ട് സെൻഡ് ടു ദി ഇൻറ്റേർണൽ പ്രൊസസ്സർ ബസ്. അപ്പോൾ ഫുൾ ഓപ്പറേഷൻ നമ്മൾ പറഞ്ഞു ഇവിടെ. ആദ്യം നമ്മൾ മെമ്മറി അഡ്രസ് രജിസ്റ്ററിനെ ഫെച്ച് ചെയ്യും, ആ സിഗ്നലിന് ഇഷ്യൂ ചെയ്യും, ഇത് MDRൽ പ്ലേസ് ചെയ്യും. MDRൽ പ്ലേസ് ചെയ്ത ശേഷം MDRൻ്റെ എക്സ്റ്റേണൽ സിഗ്നൽ വഴി നമ്മളതിനെ മെമ്മറി ബസ്സിലേക്ക് കൊടുക്കും. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നടക്കുന്ന റീഡ് ഓപ്പറേഷൻ. റൈറ്റ് ഓപ്പറേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രൊസസ്സർ പുട്ട് ദി ഡാറ്റ ഓൺ ഇൻറ്റേർണൽ ബസ്. നമുക്കൊരു ഡാറ്റ ഉണ്ടാവും, അത് ഇൻറ്റേർണൽ ബസ്സിലുണ്ടാവും. MDR ഇൻ ലോഡ് ഇൻ ടു MDR. അപ്പോൾ ആ ഡാറ്റയെ MDR ഇൻ എന്ത് ചെയ്യും, ലോഡ് ചെയ്യും, എന്നിട്ട് MDRലേക്ക് പാസ് ചെയ്യും. MDR ഔട്ട് സെൻഡ് MDR കണ്ടൻറ്റ് ടു മെമ്മറി ബസ് ഫോർ സ്റ്റോറേജ് അല്ലേ. ഇത് MDR ഔട്ട് വഴി നമ്മൾ മെമ്മറി ബസ്സിലേക്ക് പാസ് ചെയ്യും. അപ്പോൾ ഈ ഒരു ഡാറ്റ പാത്താണ് റൈറ്റിലുണ്ടാവുക. റീഡിൽ എന്താ ഉണ്ടാവുക, റീഡിൽ എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചാണ് അല്ലേ. ആദ്യം MDR ഇന്നിൽ നിന്ന് ഇതാണ് റീഡ് ഓപ്പറേഷൻ. ഇതാ ഇങ്ങനൊരു ഇൻഫർമേഷൻ MDRലെത്തും. ഈ MDRൽ നിന്ന് എന്ത് ചെയ്യും, ഈ MDRൽ നിന്ന് MDR ഔട്ടായിട്ട് ഇത് ഇൻറ്റേർണൽ പ്രൊസസ്സർ ബസ്സിലേക്ക് എത്തും. അപ്പോൾ ഈ ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന റീഡ് ഓപ്പറേഷനും റെഡ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന റൈറ്റ് ഓപ്പറേഷനുമാണ്. അപ്പോൾ ഇതാണ് നമുക്ക് നോർമലി ഒരു സിംഗിൾ ബസ് ഓർഗനൈസേഷനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. എല്ലാവർക്കും ഇതിൻ്റെ കോൺസെപ്റ്റ് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താണ് സിംഗിൾ ബസ് ഓർഗനൈസേഷൻ എന്ന് ഞാൻ ബ്രീഫായിട്ട് തന്നെ പറഞ്ഞു. ഇനി നമുക്കിതിലൊരു ബേസിക് എക്സാമ്പിൾ പറയാനുണ്ട്. ഈ എക്സാമ്പിൾ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല.
നമുക്ക് വേണമെങ്കിൽ അതൊരു ഫർദർ വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രം ഓർത്തിരിക്കുക. എക്സാമ്പിൾ, അപ്പോൾ ഇതിൽ എക്സാമ്പിൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ കോൺസെപ്റ്റ് പിടികിട്ടില്ല. ഇപ്പോൾ ജസ്റ്റ് നമുക്ക് യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ എഴുതാമെന്ന് മാത്രം നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ആഡ് R3, R1. എന്താണ് ഈ ആഡ് R3, R1 എന്ന് പറഞ്ഞാൽ? അതായത് R3 എന്നുള്ളത് ബ്രാക്കറ്റ്സിലാണ്. ടേക്ക് ദി വാല്യൂ സ്റ്റോർഡ് ഇൻ ദി മെമ്മറി അറ്റ് ദി അഡ്രസ് ഹെൽഡ് ഇൻ രജിസ്റ്റർ R3. ആഡ് ഇറ്റ് ടു ദി വാല്യൂ ഇൻ രജിസ്റ്റർ R1. സ്റ്റോർ ദ റിസൾട്ട് ബാക്ക് ടു R1. ദിസ് ഇൻസ്ട്രക്ഷൻ ഇൻവോൾവ് രജിസ്റ്റർ, മെമ്മറി, ALU ആൻഡ് മൾട്ടിപ്പിൾ കൺട്രോൾ സിഗ്നൽസ് ഫോർ സീക്വൻസിങ്. അപ്പോൾ എന്ത് ചെയ്യണം? R3യിൽ നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന കണ്ടൻറ്റ്, R3 എന്നുള്ളതൊരു മെമ്മറി ലൊക്കേഷനാണ്. ആ ലൊക്കേഷനിലെ കണ്ടൻറ്റും R1ലെ കണ്ടൻറ്റും മ്യൂച്വലി ആഡ് ചെയ്യണം. ആഡ് ചെയ്തിട്ട് ആ റിസൾട്ട് R1ലേക്ക് സ്റ്റോർ ചെയ്യണം. അപ്പോൾ R3 എന്നുള്ള അഡ്രസ് ലൊക്കേഷൻ നോക്കിയിട്ട് ആ അഡ്രസ് ലൊക്കേഷനിലെ വാല്യൂവും R1ലെ വാല്യൂവും തമ്മിൽ നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. ആ റിസൾട്ട് R1ലേക്ക് സ്റ്റോർ ചെയ്യും. ഇതാണ് നോർമലി. അപ്പോൾ നിങ്ങൾക്ക് ആകെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു എക്സാമ്പിൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഈ ഒരു എക്സാമ്പിൾ മാത്രമേ നിങ്ങൾ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കാറുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ ഫണ്ടമെൻ്റൽ ലൈൻസ് മാത്രം പഠിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഫുള്ളായിട്ടത് മനസ്സിലാവില്ല. നമുക്കിത് മൾട്ടിപ്പിൾ ബസ് ഓർഗനൈസേഷനും കഴിഞ്ഞിട്ട് ഞാൻ വേണമെങ്കിൽ ഒരു കോമൺ ഡിസ്കഷനായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഞാനിവിടെ 7 ഡിഫറെൻറ്റ് സ്റ്റേജസ് ആയിട്ടാണ് ഈ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. ആഡ് R3, R1 എന്ന് പറയുന്നത് ഹിയർ ഈസ് ദ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഓഫ് കൺട്രോൾ സീക്വൻസ് ഫോർ ദി ഇൻസ്ട്രക്ഷൻ ആഡ് R3, R1 യൂസിങ് എ സിംഗിൾ ബസ് ആർക്കിടെക്ചർ ആൻഡ് മൈക്രോ ഓപ്പറേഷൻസ് ആർ ഷോൺ ഇൻ യുവർ ഡയഗ്രാം. അപ്പോൾ ഇവിടെ ആദ്യം ചെയ്യുന്ന ഓപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ 7 ലൈൻസ് ആണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് ഫെച്ച്, ഡീകോഡ്, എക്സിക്യൂഷൻ സ്റ്റേജ് ആണല്ലോ വരേണ്ടത്. അപ്പോൾ 7 ലൈൻ നിങ്ങൾ അനലൈസ് ചെയ്യുക. അതിൻ്റെ ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് എന്താണ്? PC ഔട്ട്, മെമ്മറി അഡ്രസ്, PC ഔട്ട്, MAR ഇൻ, റീഡ്, സെലക്ട് ഫോർ, ആഡ് Z ഇൻ. അത് നമ്മൾ ഇനീഷ്യൽ സ്റ്റേജ്. അപ്പോൾ പ്രോഗ്രാം കൗണ്ടറിൻ്റെ ഔട്ട് നമ്മളെടുക്കും, മെമ്മറി അഡ്രസ് രജിസ്റ്ററിൻ്റെ ഇന്ന് നമ്മളെടുക്കും, റീഡ് ഇൻസ്ട്രക്ഷൻ കൊടുക്കും, പിന്നെ നമ്മൾ മക്സിൻ്റെ സെലക്ട് ചെയ്യും, സെലക്ട് 4 എടുക്കും. എന്നിട്ട് നമ്മളിവിടെ ചെയ്യാനുള്ള ഓപ്പറേഷൻ അഡീഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ ആഡ് സ്പെസിഫൈ ചെയ്യും. ആഡ് സ്പെസിഫൈനസ് നമ്മൾ Z-നെ സെറ്റ് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ നടക്കുന്നത്. അതായത് PC ഔട്ട് എന്ന് പറഞ്ഞാൽ പുട്ട് ദി പ്രോഗ്രാം കൗണ്ടർ വാല്യൂ ഓൺ ദി ബസ്, MAR ഇൻ എന്ന് പറഞ്ഞാൽ ലോഡ് ദാറ്റ് വാല്യൂ ഇൻ ടു മെമ്മറി അഡ്രസ് രജിസ്റ്റർ. അപ്പോൾ PC ഔട്ട് എടുക്കും, ആ വാല്യൂവിനെ മെമ്മറി അഡ്രസ് ഇന്ന് വഴി ലോഡ് ചെയ്യും. അതിനുശേഷം നമ്മൾ മെമ്മറി റീഡ് സൈക്കിളിൻ്റെ ഇനീഷ്യലൈസേഷൻ ചെയ്യും, അതാണ് റീഡ് ഓപ്പറേഷൻ. അതിനുശേഷം നമ്മൾ സെലക്ട് 4, ആഡ് ചെയ്യും. മക്സിൽ സെലക്ട് 4 നമ്മൾ സെലക്ട് ചെയ്യും. ALU സെലക്ട് കോൺസ്റ്റൻറ്റ് 4 ആൻഡ് ആഡ് ടു PC. അപ്പോൾ PC 4 ടൈംസ് ഇൻക്രിമെൻറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ സെലക്ഷൻ ലൈൻസ് 0 ആയിക്കഴിഞ്ഞാൽ നമുക്ക് കോൺസ്റ്റൻറ്റ് 4 സെലക്ട് ആവും. ഈ കോൺസ്റ്റൻറ്റ് 4 സെലക്ട് ആയിട്ട് നമ്മൾ ആഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യും. ഈ ഓപ്പറേഷൻ പെർഫോം ചെയ്ത് നമ്മൾ Z-നാണ് പെർഫോം ചെയ്യുന്നത്. Z എന്ന് പറഞ്ഞാൽ സ്റ്റോർ ദിസ് റിസൾട്ട് ടെമ്പറലി ഇൻ Z രജിസ്റ്റർ. അപ്പോൾ ഇത്രയും സ്റ്റേജാണ് ഇതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജായിട്ട് നമുക്ക് പറയാൻ പറ്റുക. ഇനീഷ്യൽ സ്റ്റേജ്. സെക്കൻഡ് സ്റ്റെപ്പിൽ നമുക്ക് ചെയ്യുന്നത്, അപ്പോൾ ഞാനിപ്പോൾ പറയുന്നത് ഈ 7 ലൈനായിട്ടുള്ള ഈ കോഡിൻ്റെ എക്സ്പ്ലനേഷനാണ്. ഇതിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ പറയുന്നത് Z-ഔട്ട്, PC ഇൻ, Y ഇൻ, WMC ആണ്. ഏതാണ് Z-ഔട്ട്? Z-ലാണ് നമ്മൾ അവസാനിപ്പിച്ചത്. Z-ഔട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് Z-ഔട്ട് സിഗ്നൽ. അതിനുശേഷം നമ്മൾ വീണ്ടും പ്രോഗ്രാം കൗണ്ടറിന്, അപ്പോൾ ഈ പ്രോസസ്സ് പ്രോഗ്രാം കൗണ്ടർ ഔട്ടായിരുന്നു ആദ്യം എടുത്തത്, ഇവിടെ പ്രോഗ്രാം കൗണ്ടർ ഇൻ എടുക്കും. പിന്നെ നമുക്കിവിടെ ഒരു Y ഉണ്ട്. Y നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നു. നേരത്തെ നമ്മൾ കോൺസ്റ്റൻറ്റ് 4 ആണ് എടുത്തത്. അടുത്ത സ്റ്റേജിൽ നമ്മൾ Y ഇന്ന് സെലക്ട് ചെയ്യും. അതിനുശേഷം നമ്മളൊരു വെയിറ്റ് സൈക്കിൾ പെർഫോം ചെയ്യും, അതാണ് WMMC എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം Z-ഔട്ടാണ്. പുട്ട് ദി ഇൻക്രിമെൻറ്റഡ് PC വാല്യൂ. നമ്മൾ നേരത്തെ സ്റ്റേജിൽ ഒരു പ്രോഗ്രാം കൗണ്ടറിനെ 4 ടൈംസ് ഇൻക്രിമെൻറ്റ് ചെയ്തിരുന്നു. ഈ ഇൻക്രിമെൻറ്റ് ചെയ്ത പ്രോഗ്രാം കൗണ്ടർ വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്യും? ബസ്സിൽ നിന്ന് പുറത്തേക്ക് എടുക്കും. PC എന്ന് പറഞ്ഞാൽ അപ്ഡേറ്റ് ദി പ്രോഗ്രാം കൗണ്ടർ വിത്ത് ന്യൂ വാല്യൂ. നമ്മൾ ന്യൂ വാല്യൂ ആയിട്ട് നമ്മുടെ പ്രോഗ്രാം കൗണ്ടറിനെ അപ്ഡേറ്റ് ചെയ്തു. അതിനുശേഷം Y എടുത്തു. Y എന്ന് പറഞ്ഞാൽ സ്റ്റോർ ദ ഇൻസ്ട്രക്ഷൻ വേർഡ് ഇൻ എ Y രജിസ്റ്റർ ടെമ്പറലി ഫോർ ഡീകോഡിങ് എ ഫ്യൂച്ചർ യൂസ്. അതാണ് Y എടുക്കുന്നത്. നമ്മൾ നേരത്തെ കേസിൽ Y സെലക്ട് ചെയ്തിട്ടില്ലായിരുന്നു. രണ്ടാമത്തെ സ്റ്റേജിലാണ് Y എടുത്തത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് ടൈം വെയിറ്റ് ചെയ്യാൻ. വെയിറ്റ് ഫോർ മെമ്മറി ഫംഗ്ഷൻ കംപ്ലീറ്റ്. വെയിറ്റ് അണ്ടിൽ ദ മെമ്മറി ഫിനിഷസ് സെൻഡിങ് ദി ഇൻസ്ട്രക്ഷൻ. ഇതാണ് WMC. വെയിറ്റ് മെമ്മറി ഫംഗ്ഷൻ കംപ്ലീറ്റ് ആണ്. അപ്പോൾ ഇതാണ് 2 സ്റ്റേജ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ആദ്യം നമ്മൾ ഇനീഷ്യലൈസേഷൻ ചെയ്തു,
പിന്നെ നമ്മൾ സെഡ് ഔട്ടും പി സി ഇന്നും വൈ ഇന്നും ഡബ്ല്യു എം സി എടുത്തു. പിന്നെ തേർഡ് സ്റ്റെപ്പിൽ ഞാൻ 2 മൈക്രോ ഓപ്പറേഷൻസാണ് ഇപ്പോൾ പെർഫോം ചെയ്യുന്നത്. ഒന്ന് എം ഡി ആർ ഔട്ടും ഐ ആർ ഇന്നും. അപ്പോൾ നമ്മളിപ്പോൾ ഏതുവരെ ചെയ്തു? പ്രോഗ്രാം കൗണ്ടറിനെ ഇൻക്രിമെൻറ്റ് ചെയ്ത് വെയിറ്റ് സൈക്കിൾസ് വരെ ചെയ്തു. അതിനുശേഷം നമുക്ക് എടുക്കാനുള്ളത് എം ഡി ആർ ആണ്, മെമ്മറി ഡാറ്റ രജിസ്റ്റർ. മെമ്മറി ഡാറ്റ രജിസ്റ്റർ എടുത്തു, അതിൻ്റെ ഔട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. മൂവ് ദി ഡാറ്റ ഫ്രം എം ഡി ആർ ടു ബസ്. എം ഡി ആറിൽ നിന്ന് ബസ്സിലേക്ക് സെൻഡ് ചെയ്യാനാണ് ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഇതിനെ ഡീകോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസ്ട്രക്ഷൻ സെറ്റിലേക്ക് പാസ് ചെയ്യും. അതാണ് ഐ ആർ ഇന്ന്. ലോഡ് ദിസ് ഇൻസ്ട്രക്ഷൻ ഇൻ ടു ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. ഇതാണ് മൂന്നാമത്തെ സ്റ്റേജായിട്ട് പറയാൻ പറ്റുക. നാലാമത്തെ സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്ന മൈക്രോ ഓപ്പറേഷൻസ് R3 ഔട്ട് MAR ഇന്ന് റീഡാണ്. അതായത് R3 ഔട്ട് എന്നുള്ള രജിസ്റ്ററാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. R0 തൊട്ട് R7 വരെ ഉണ്ടല്ലോ, അതിൽ R3 ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. പുട്ട് ദി കണ്ടൻറ്റ് ഓഫ് R3 ഓൺ ദി ബസ്. അപ്പോൾ നമ്മൾ അഡ്രസ്സ് R3യിലാണെന്നുള്ള അസംഷനിലാണ് R3 എടുത്തിരിക്കുന്നത്. R3യുടെ ഔട്ട്പുട്ട് എടുത്തു, ഇതാണല്ലോ R3. യെസ്. അടുത്തത് അതിനുശേഷം വീണ്ടും നമ്മൾ മെമ്മറി അഡ്രസ് രജിസ്റ്റർ ഇന്നാക്കി ലോഡ് ദി അഡ്രസ് ഇൻ ടു ദി MAR ടു പ്രിപ്പയർ എ മെമ്മറി റീഡ്. അതിനുശേഷം നമ്മൾ ഫൈനലി നാലാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്തു? ഈ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട്, എക്സിക്യൂഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ റീഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്തു അല്ലേ? യെസ്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇപ്പോൾ ഞാൻ ജസ്റ്റ് സ്റ്റെപ്പ് മാത്രം പറയുന്നുള്ളൂ. ഇതിൻ്റെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് പിടികിട്ടണമെന്നില്ല. ജസ്റ്റ് ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് മാത്രം നിങ്ങളിപ്പോൾ മനസ്സിലാക്കുക. മൾട്ടിപ്പിൾ ബസ് ഓർഗനൈസേഷനും കൂടി കഴിഞ്ഞിട്ട് ഞാനതിൻ്റെ ഒരു ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ പറയാം. അഞ്ചാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ R1 ഔട്ട് Y ഇൻ WMMC ആണ് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ R3 ആണല്ലോ നമുക്ക് ചെയ്യാനുള്ളത്. നമുക്ക് ആസ് പെർ നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം R3 ആണ് ചെയ്യാനുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ മൂന്നാമത്തെ സ്റ്റേജിൽ R3 എടുത്തത്, നാലാമത്തെ സ്റ്റേജിൽ R3 എടുത്തത്. അഞ്ചാമത്തെ സ്റ്റേജിൽ എനിക്ക് R1 എടുക്കണം. R1ഉം അപ്പോൾ R3യുടെ അഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ. അപ്പോൾ R3 മാത്രം നമുക്ക് ചൂസ് ചെയ്താൽ പോരാ, R3 ഔട്ട് എടുക്കണം. R3യിലെ അഡ്രസ്സാണ് നമുക്ക് എടുക്കേണ്ടത്. അതിനാണ് നമ്മൾ മെമ്മറി അഡ്രസ് രജിസ്റ്റർ എടുത്ത് അതിനുശേഷം നമ്മൾ റീഡ് ചെയ്ത്. ഇനി R1ൻ്റെ കേസിൽ അത്രയും കോംപ്ലിക്കേഷൻ ഇല്ല. R1ലെ വാല്യൂ ഡയറക്റ്റ് എടുക്കുകയാണ്. മൂവ് ദി കണ്ടൻറ്റ് ഓഫ് R1 ടു ദി ബസ്. അതിനാണ് R1 ഔട്ട് Y ഇൻ WMMC പറയുന്നത്. അതിനുശേഷം വീണ്ടും ഞാൻ എൻ്റെ Y ഇൻപുട്ട് സെലക്ട് ചെയ്യുന്നു, ലോഡ് ദി വാല്യൂ ഇൻ ടു Y രജിസ്റ്റർ. അതിനുശേഷം നമുക്ക് ഇതേപോലെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വീണ്ടും നമുക്ക് വെയിറ്റ് ചെയ്യണം. അപ്പോൾ R3യും R1ഉം നമ്മൾ പ്രോസസ്സ് ചെയ്തു. നമുക്കൊരു വെയിറ്റ് സൈക്കിൾ പെർഫോം ചെയ്യണം. അതിന് നമ്മൾ വീണ്ടും WMMC പെർഫോം ചെയ്തു. ഇനി ആറാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള മൈക്രോ ഓപ്പറേഷൻസ് ആണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ എക്സിക്യൂഷൻ സ്റ്റേജിലേക്ക് എത്താൻ പോവുകയാണ്. ALU അഡീഷൻ ഓപ്പറേഷനൊക്കെ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ MDR ഇൻ എടുത്ത പോലെ MDR ഔട്ട് എടുത്തു. മൂവ് ദി ഫെച്ച്ഡ് മെമ്മറി ഓപ്പറൻറ്റ് ടു ദി ബസ്സിലേക്ക് സെൻഡ് ചെയ്തു. അതിനുശേഷം വീണ്ടും ഞാൻ Y സെലക്ട് ചെയ്തു, Y ഇൻപുട്ട് സെലക്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്തു? നമുക്ക് Y ഇൻപുട്ടിൻ്റെ Y ഔട്ട്പുട്ടാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മക്സ് സെലക്ട് ആയി. ഇനി നമ്മൾ ആഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്തു. ALU ആഡ് ദി കണ്ടൻറ്റ് ഓഫ് MDR. അപ്പോൾ നമുക്ക് MDRലാണ് ഡാറ്റ ഉള്ളത്, അത് നമുക്ക് ആഡ് ചെയ്യണം. ആഡ് ചെയ്തിട്ട് നമുക്ക് ഇനീഷ്യലി അതിനെ ടെമ്പററി രജിസ്റ്ററായ Z-ലേക്ക് സ്റ്റോർ ചെയ്യണം. അതിന് നമ്മൾ Z-ന് യൂസ് ചെയ്തു. സ്റ്റോർ ദി റിസൾട്ട് ഓഫ് അഡീഷൻ ഇൻ ടു Z രജിസ്റ്റർ. ഇനി ഫൈനൽ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്ന കാര്യം, നമുക്കിപ്പോൾ ഫുള്ള് അരിതമെറ്റിക് ഓപ്പറേഷൻ നമ്മൾ പെർഫോം ചെയ്ത് കഴിഞ്ഞു. ഇതിന് ശേഷം നമുക്ക് ചെയ്യാനുള്ളത് Z ഔട്ട് R1 ഇൻ എൻഡാണ്. Z ഔട്ട് എന്ന് പറഞ്ഞാൽ പുട്ട് ദി ALU റിസൾട്ട് ഓൺ ദി ബസ് അല്ലേ? Z ഇന്നും എടുത്ത് Z ഔട്ട് എടുക്കണം, ബസ്സിലേക്ക് നമുക്ക് ആ റിസൾട്ട് എടുക്കണം. അതിനുശേഷം നമുക്ക് R1 ഇന്നും കൊടുക്കണം. ലോഡ് ദി വാല്യൂ ബാക്ക് ഇൻ ടു R1. അതായത് R3യും R1ഉം ആഡ് ചെയ്തിട്ട് ആ റിസൾട്ട് തിരിച്ച് R1ലേക്ക് തന്നെ സെൻഡ് ചെയ്യണം. അതിനാണ് നമ്മൾ R1നെ ഇന്നായി കൊടുത്തിരിക്കുന്നത്, റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഫൈനലി റിസൾട്ട് സ്റ്റോർ ചെയ്തതിന് ശേഷം നമ്മൾ എൻഡ് ചെയ്തു. അപ്പോൾ ഇത്രയും പ്രോസസ്സുകളാണ് നമുക്കൊരു സിംഗിൾ ബസ് ഓർഗനൈസേഷനിൽ പറയാനുള്ളത്. സിംഗിൾ ബസ് ഓർഗനൈസേഷൻ്റെ പ്രിൻസിപ്പിൾ നിങ്ങൾക്ക് ഫുള്ളായിട്ട് മനസ്സിലായിട്ടുണ്ടാവില്ല, അതിൻ്റെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു കോഡിങ് നിങ്ങൾ എഴുതി പഠിക്കുക മക്കളെ. ഇത് ഷുവറായിട്ട് നിങ്ങളെ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കും. അപ്പോൾ ഞാനൊരു ജനറൽ ഔട്ട്ലൈൻ മാത്രമേ തന്നിട്ടുള്ളൂ. ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ നമുക്ക് എടുക്കാം ഫർദർ വീഡിയോസിൽ. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ മൾട്ടിപ്പിൾ ബസ് ഓർഗനൈസേഷൻ്റെ പാർട്ടും കൂടി കവർ ചെയ്യണം. താങ്ക് യു ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.